ഹായ് ഓൾ, വെൽക്കം ടു സൈലം IAS. അങ്ങനെ 2026 UPSC സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് UPSC വലിയൊരു മാസീവ് ചേഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവന്നു. പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും മാറ്റങ്ങൾ ഉള്ളതാണ്, പക്ഷേ ഇപ്രാവശ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചേഞ്ച് ആയിരുന്നു. അല്ലെ, നമ്മൾ പഠിച്ചു വന്ന രീതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല. പലരും പാനിക് ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഓൺ ആൻ ആവറേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് ചോദിച്ചാലല്ല. ദേ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒട്ടും ആൻസറബിൾ അല്ലാത്ത, ഒട്ടും സോൾവബിൾ അല്ലാത്ത ചോദ്യങ്ങളുണ്ട്. പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ തന്നെയായിരുന്നു. അതിൽ എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ള സബ്ജക്റ്റാണ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ടോപ്പിക്സ് ഒന്നും അൺഫെമിലിയർ അല്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ കറണ്ട് അഫെയർസിലൊക്കെ വന്നും മറ്റുമൊക്കെ പരിചയമുള്ള, നിങ്ങൾ പഠിച്ചു പരിചയമുള്ള ഏരിയാസ് എന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അൺഫെമിലിയർ അല്ല. പക്ഷേ ക്വസ്റ്റ്യൻസിന്റെ ആക്ച്വലി രീതികൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടില്ല. അതും ആ ഒരു എൻവാമിൽ ഇരുന്ന്, UPSC എക്സാമിനേഷന്റെ എൻവാമിൽ ഇരുന്ന് നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ S&T കുറച്ചുകൂടി കമ്പയർഡ് ടു അതർ സബ്ജക്ട്സ് എളുപ്പമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കമ്പയർഡ് ടു അതർ സബ്ജക്ട്സ് ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. സോ നമ്മൾ ഇന്നത്തെ ഒരു സെഷനകത്ത് ആക്ച്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ, അതിന്റെ ആൻസർ കീ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടോ. അതുപോലെ തന്നെ ദ സോഴ്സ് ഓഫ് ഹിസ്റ്ററി, ദ സോഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ, ചോദ്യങ്ങളുടെ സോഴ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്, എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചു, ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു ലാർജ് ലാംഗ്വേജ് മോഡൽസ് യൂസ്ഡ് ഇൻ മെഷീൻ ലേണിംഗ് ഈസ് ഓർ കറക്റ്റ്? LLM എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി ചോദ്യത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മെഷീൻ ലേണിംഗ്. അല്ലെ, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് വരുന്നത് മെഷീൻ ലേണിംഗ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു AI മോഡലാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന ചാറ്റ് GPT. ഈ ചാറ്റ് GPTക്ക് അത് GPTയുടെ ഫുൾ ഫോം എന്താണെന്നറിയോ? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ്. അപ്പൊ ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്. അപ്പൊ ചാറ്റ് GPT എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും LLMസിന്റെയും പ്രവർത്തന രീതി. ഓക്കെ, അപ്പൊ ഇത് കണ്ടിട്ട് പേടിക്കണ്ട. ചാറ്റ് GPT പ്രവർത്തിക്കുന്ന ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ വായിക്കാം. LLMs assigns probabilities to the next possible words and then pick the word with highest probability. നിങ്ങൾ ആലോചിക്കുക, ചാറ്റ് GPT നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ചാറ്റ് GPT എങ്ങനെയാ ഉത്തരം തരുന്നത്? കുറേ സോഴ്സസിൽ ചെന്നിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ കണ്ടെത്തി നെക്സ്റ്റ് വേർഡ്, അടുത്ത വേർഡ് അത് എന്ത് ചെയ്യും? പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ചുമ്മാ ഒരു LLM എന്ന് പറഞ്ഞിട്ട് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്താണെന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് താഴെ അവരൊരു സെന്റൻസ് ചോദിക്കും, അല്ലെ, താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് മാത്രം മതിയോ, ഇനിയും വേണോ? ദിസ് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. സോ AI കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയുന്നോ? മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയുന്നോ? ദേ ആർ പ്രെഡിക്റ്റിംഗ് കണ്ടന്റ്സ്, അല്ലെ, പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പോസിബിലിറ്റി ചെക്ക് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ആ ഇൻപുട്ടിനെ റെക്കഗ്നൈസ് ചെയ്ത്, അതിന്റെ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത്, പോസിബിലിറ്റീസ് ചെക്ക് ചെയ്ത് ഒരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്, പ്രോബബിലിറ്റിയുടെ കണക്കുകളാണല്ലോ, എല്ലാം പ്രോബബിലിറ്റി ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. LLMs process data through mathematical optimization to minimize prediction errors. ചാറ്റ് GPTക്ക് എറർ ഉണ്ടാവാറില്ലേ? ഉണ്ട്, അല്ലെ? ഇൻ കേസ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് തെറ്റായിട്ടുള്ളൊരു ഉത്തരമാണ് ചാറ്റ് GPT തന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്, അയ്യോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ദിസ് ഇസ് റോങ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താ? ഓക്കെ, ഇത് തെറ്റാണല്ലേ, അപ്പൊ പുതിയതായിട്ടുള്ള സംഭവം ഞാൻ പ്രൊവൈഡ് ചെയ്യാം. സോ ദേ ആർ കറക്റ്റിംഗ്, അല്ലെ, അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഫീഡ്ബാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. എറേഴ്സ് മാക്സിമം മിനിമൈസ് ചെയ്യാനായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഒപ്റ്റിമൈസേഷൻ ഒക്കെ അവർ ചെയ്യും. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ? ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. LLMs പ്രൊഡ്യൂസ് അൺബയസ്ഡ് ഔട്ട്പുട്ട്. നോക്കേ, ഞാനൊരു UPSC ഫാക്കൽറ്റി ആണെന്നുണ്ടെങ്കിൽ
ഞാൻ ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരവും അതുപോലെ തന്നെ ആയിരിക്കും. നേരെ മറിച്ചൊരു സ്റ്റുഡന്റിന്റെ ആംഗിളിലാണ് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഉത്തരം അതുപോലെ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് വരിക. ഓക്കെ, ഇൻപുട്ട് ബയസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടും ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ അൺബയസ്ഡ് എന്ന് പറയുന്നത് എന്തല്ല, അതൊരു എക്സ്ട്രീമിറ്റിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഔട്ട്പുട്ട് ക്യാൻ ബി ബയസ്ഡ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ 1 and 2 ഉള്ളിയാണ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി വേണമെങ്കിൽ ഒരു 50-50 ചാൻസസിലേക്ക് എത്താം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കി 1 ഉള്ളി, 1 and 2 ഉള്ളി, 2 and 3 ഉള്ളി, 1, 2 and 3 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ 3 ഇല്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് 1 ഉള്ളിയും 1 and 2 ഉള്ളിയാണ്. 1 ഉള്ളി എന്തായാലും കാണും അല്ലെ, 1 എന്തായാലും കാണും. 2 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 2ഉം ശരിക്കും പറഞ്ഞാൽ എന്താ, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. എറേഴ്സ് ഉണ്ടാകാം, എറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ത്രൂ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. സോ ആൻസർ ഓപ്ഷൻ ബി 1 and 2 ഉള്ളി. ഓക്കെ, ഇതിന് റാൻഡമായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണോ? അല്ല, ഇതിന് കറണ്ട് അഫയേഴ്സിൽ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. 2025-ലും 2026-ലും കോൺസ്റ്റന്റ്ലി തന്നെ ന്യൂസ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ. ഇപ്പൊ കഴിഞ്ഞ ഇന്ത്യ AI സമ്മിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾ, ഈ AIയിലൊക്കെ റിസർച്ച് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾ ചില ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതും ഇൻഡിജിനസ്ലി ബിൽട്ട് ആയിട്ടുള്ള LLMs. അതിൽ ഒരു കമ്പനിയാണ് സർവം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റീസെന്റ് നടന്ന 2026 AI സബ്മിറ്റിൽ ഇവർ മുന്നോട്ട് വെച്ച ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ്. ഇനി തൊട്ട് മുന്നത്തെ വർഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2025-ൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇന്ത്യ തന്നെ സ്വന്തമായിട്ടൊരു ഇൻഡിജിനസ്ലി ബിൽട്ട് LLM ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഭാരത് ജൻ എന്നാണ് വിളിച്ചത്. അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗ് അത് ലോഞ്ച് ചെയ്യുകയും ചെയ്തു, ഇനോഗ്രേറ്റ് ചെയ്യുകയും ചെയ്തു, ഭാരത് ജൻ. അപ്പൊ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ഓർത്തിരിക്കാം. ഇനി നമ്മുടെ സൈലം IASന്റെ PCM ബാച്ചിൽ ഉള്ള ആൾക്കാർക്ക് ഓക്കെ, നിങ്ങൾക്കും ഇത് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നതാണ്. നിങ്ങളുടെ സ്ലൈഡിൽ ഉൾപ്പെടെ ഈ LLM എന്താണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് സഹിതം. ഓക്കെ, LLM എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത്, ഇറ്റ് റെക്കഗ്നൈസ്, ജനറേറ്റ്, ട്രാൻസ്ലേറ്റ് വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് റിട്ടൺ ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് ടെക്സ്ച്വൽ ഡാറ്റ. കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇറ്റ് ആക്ച്വലി പ്രഡിക്ട് ദ നെക്സ്റ്റ് വേർഡ് ഇൻ ദ സീക്വൻസ് ഓഫ് വേർഡ്സ്. അടുത്ത വേർഡ് അത് പ്രഡിക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുള്ള കണ്ടന്റ് ആണ്. സൈലത്തിന്റെ PCM ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ഒരു സോഴ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റിഗാർഡ് ടു സ്റ്റെൽത്ത് ടെക്നോളജി ഈസ് ഓർ കറക്റ്റ്? സ്റ്റെൽത്ത് ടെക്നോളജി എന്നൊരു ടോപ്പിക്കാണ്. ഇതും റാൻഡം ആയിട്ടുള്ള ടോപ്പിക് ഒന്നും അല്ല കേട്ടോ, ന്യൂസ് പേപ്പേഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അത് റീസെന്റ് തന്നെ INS താരാഗിരി എന്ന് പറയുന്ന ഒരു നേവൽ ഷിപ്പ് ഫ്രിഗേറ്റ് ഇടയ്ക്ക് ലോഞ്ച് ചെയ്തിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി എ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്. അപ്പോൾ സ്റ്റെൽത്ത് ടെക്നോളജി ഡിഫൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നതാണ്. ചോദ്യം വന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി. Stealth objects have a very small radar cross section and are coated with radar absorbing material. Stealth objects can be detected using specific frequencies. Stealth objects are coated with metamaterials to increase the scattering of electromagnetic radiation. Select the correct answer using the codes given below. 1 only, 2 and 3 only, 1 and 2 only, 1, 2 and 3. ഓക്കെ, എന്താ സ്റ്റെൽത്ത് മെറ്റീരിയൽസ്, സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു ഇത് കൂടുതലും അപ്ലൈ ചെയ്യുന്ന ഇവിടെ ആപ്ലിക്കേഷൻ ഡിഫൻസിലാണ് അല്ലെ. ഡിഫൻസ് ടെക്നോളജീസ്, ഡിഫൻസ് ഷിപ്പുകൾ അല്ലെ, നമ്മുടെ നേവൽ ഷിപ്സ്, ഫൈറ്റർ ജെറ്റുകളിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് സ്റ്റെൽത്ത് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. എനിമി റഡാറിന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്. അതായത് അത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഫൈറ്റർ ജെറ്റ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി എനിമി റഡാറുകൾക്ക് ആ ഫൈറ്റർ ജെറ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അത്തരം മെറ്റീരിയൽസ് ആണ് സ്റ്റെൽത്ത് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ഹാവ് എ വെരി സ്മോൾ റഡാർ ക്രോസ് സെക്ഷൻ. ശരിയാണ്, എനിമി റഡാറിൽ പെട്ടെന്നൊന്നും പതിയില്ല. ഓക്കെ, ആൻഡ് ദേ ആർ കോട്ടഡ് വിത്ത് റഡാർ അബ്സോർബിംഗ് മെറ്റീരിയൽ. ഒരു വസ്തു റഡാറിൽ പതിയാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? അവര് ഒരു റേഡിയോ വേവ് ലോഞ്ച് ചെയ്ത് തിരിച്ചത് റിഫ്ലക്ട് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉള്ളതായിട്ട് കാണാൻ പറ്റാത്തത്. ഒരു ഒബ്ജക്റ്റ്,
ഒരു ഒബ്ജക്റ്റ് അവിടെ നിൽക്കുന്നു നമുക്ക് എങ്ങനെ മനസ്സിലാവുക? നമ്മളിവിടുന്ന് ലൈറ്റ് അടിച്ച് ആ ലൈറ്റ് തിരിച്ച് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോഴാണ് ഓക്കെ ദർ ഇസ് ആൻ ഒബ്ജക്റ്റ് നമുക്ക് പറയാൻ പറ്റുക. തിരിച്ചു വന്നില്ലെങ്കിലോ, ആ ലൈറ്റ് മൊത്തത്തിൽ അബ്സോർബ് ചെയ്യപ്പെട്ടെങ്കിലോ അവിടെ ഒരു വസ്തു ഉള്ളതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ എന്ത് ചെയ്യും? പല ടൈപ്പ് ഓഫ് റേഡിയേഷൻസിനെയും ഫ്രീക്വൻസീസിനൊക്കെ ഇത് അബ്സോർബ് ചെയ്യും. ഇറ്റ് ഡസന്റ് റിഫ്ലക്ട്. സോ അതുകൊണ്ട് തന്നെ റഡാറുകളിലൊന്നും ഇത്തരം എക്യുപ്മെന്റ്സ് ഒന്നും പതിയില്ല. ഓക്കെ, അത് സ്റ്റെൽത്ത് ടെക്നോളജിയുടെ ഒരു പ്രത്യേകതയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് സ്പെസിഫിക് ഫ്രീക്വൻസീസ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി രണ്ട് രീതിയിൽ കണക്കാക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ട് രീതിയിൽ കണക്കാക്കാൻ ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഒരു സ്റ്റെൽത്ത് മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാ, എന്തിനു വേണ്ടിയിട്ടാണ്? റഡാർ ക്രോസ് സെക്ഷനിൽ പതിയാതിരിക്കാനും. അതിപ്പോ ഏത് ഫ്രീക്വൻസി ആയിക്കോട്ടെ, ഹൈ ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ, എനിമി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഹൈ ആണോ ലോ ആണെന്നോ നോക്കത്തില്ല. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളുടെ കയ്യിലും ഇത്തരം സ്റ്റെൽത്ത് ടെക്നോളജികൾ ഇല്ലേ, അല്ലെ? സോ അവരൊന്നും തന്നെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ലോ ഫ്രീക്വൻസി ആണെങ്കിലും ഹൈ ഫ്രീക്വൻസി ആണെങ്കിലും ഡിറ്റക്റ്റബിൾ ആകരുത് എന്ന് വിചാരിച്ച് തന്നെ ആയിരിക്കില്ലേ സ്റ്റെൽത്ത് മെറ്റീരിയൽസും സ്റ്റെൽത്ത് ടെക്നോളജിയൊക്കെ നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തെറ്റായിട്ട് പറയാം, അല്ലെ? ഏത് ഫ്രീക്വൻസി വന്നാലും അത് ഡിറ്റക്റ്റബിൾ ആകരുത്, അതാകണം ഒരു സ്റ്റെൽത്ത് ടെക്നോളജിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് പറയാം. പക്ഷേ ദർ കുഡ് ബി സം, അല്ലെ, ഒരു എന്താ പറയാ, ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു എററോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ, അല്ലെ? അവിടെ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലേ? ചില ഫ്രീക്വൻസീസ് നമ്മൾ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത ഫ്രീക്വൻസീസ് ഒക്കെ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ റഡാർ ക്രോസ് സെക്ഷനിൽ പെടാം, അല്ലെ? ആ മെറ്റീരിയലിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ തരുന്നില്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ വി ഹാവ് ടു ആക്ച്വലി ഗോ ഫോർ UPSC ആൻസർ. UPSC എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടി വരും. രണ്ട് രീതിയിലും നമുക്കിത് കണക്കാക്കാം, അല്ലെ? ഡിറ്റക്ട് ചെയ്യുമെന്നും പറയാം, ഡിറ്റക്ട് ചെയ്യത്തില്ല എന്നും പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ആർ കോട്ടഡ് വിത്ത് മെറ്റാ മെറ്റീരിയൽസ് ടു ഇൻക്രീസ് ദ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇവിടെ മെറ്റാ മെറ്റീരിയൽസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ സ്കാറ്റർ ചെയ്യുകയല്ല ചെയ്യുന്നത്, rather it absorbs, അല്ലെ? ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ എവിടെ നിന്ന് വന്നാലും അത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നോട്ട് സ്കാറ്ററിംഗ്. ഇപ്പൊ സ്കാറ്ററിംഗ് അല്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് കണക്കാക്കുവാണെങ്കിൽ 2ഉം 3ഉം തെറ്റായി കഴിഞ്ഞാൽ ഓപ്ഷൻ A ആയിട്ട് വരും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആൻസർ വിൽ ബി 1 and 2 C. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് കണക്കാക്കാം. ഓക്കെ, ചില ഫ്രീക്വൻസീസ് ഡിറ്റക്റ്റബിൾ ആണ് എന്ന രീതിയിൽ തന്നെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ കുഡ് ബി C. ഓക്കെ, ആ രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഒരു ആംബിഗ്വിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ വി ക്യാൻ വെയിറ്റ് ഫോർ UPSC ആൻസർ കീ. ഇനി ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ഫാക്ടറാണ്. സൈലത്തിന്റെ PCM ബാച്ചിൽ കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്ലൈഡ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ്. വാട്ട് ഈസ് സ്റ്റെൽത്ത് ഫൈറ്റർ ടെക്നോളജി എന്ന് തന്നെയാണ് നമ്മൾ ആ ഒരു ഹെഡിങ്ങും കൊടുത്തിരുന്നത്. നോക്കി, ഇറ്റ് റെഡ്യൂസസ് ദി റഡാർ ക്രോസ് സെക്ഷൻ. ആ സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഹാവ് സ്പെഷ്യൽ മെറ്റീരിയൽസ് ദാറ്റ് അബ്സോർബ് റേഡിയോ വേവ്സ് ഇൻസ്റ്റെഡ് ഓഫ് റിഫ്ലക്ടിങ് ദം. റിഫ്ലക്ട് ചെയ്യത്തില്ല, സ്കാറ്റർ ചെയ്യത്തില്ല, rather it absorbs. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മുടെ ക്വസ്റ്റിനകത്തില്ലേ? ഓക്കെ, സോ ഇറ്റ് കുഡ് ബി ഈസി ഫോർ യു ഓൾ. ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following statements with regard to Genome India project is all correct? It is a part of Human Genome Project. The project is funded by the Department of Biotechnology. Its primary aim is to build a catalogue of genetic diversity of the Indian population. Genome India project. അല്ലെ, നത്തിങ് ന്യൂ, പുതിയൊരു ടോപ്പിക് ഒന്നും അല്ല, വർഷങ്ങളായിട്ട് ന്യൂസ് പേപ്പേഴ്സിലും മറ്റുമൊക്കെ വരുന്നൊരു ഏരിയ തന്നെയാണ്. ഓക്കെ, ജീനോം ഇന്ത്യ പ്രോജക്റ്റ്. ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 1 only, 2 and 3 only, 1 and 2 only, 1, 2 and 3. 1 ഇല്ല എന്നുണ്ടെങ്കിൽ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, 2 and 3. അല്ലേ? 1 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അല്ല, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രോജക്റ്റാണ്, US-ന്റെ പ്രോജക്റ്റാണ്. അത് 2000-കളിൽ ഉണ്ടായിരുന്ന പ്രോജക്റ്റാണ്.
ഓക്കെ, ജീനോം ഇന്ത്യ പ്രോജക്റ്റ് അങ്ങനെയല്ല, അത് ഇന്ത്യൻ നിർമ്മിത അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് റീസെന്റ് ഒരു 2020 സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി പാർട്ട് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റായതോടുകൂടി ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റിയല്ലേ. ആൻസർ ഇസ് ആക്ച്വലി 2 and 3 ഓൺലി. ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് വെറുതെ വായിച്ചു നോക്കാം അല്ലെ. പ്രോജക്ട് ഇസ് ഫണ്ടഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കും. ജീനോം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ആര് തന്നെ ഹാൻഡിൽ ചെയ്യുക? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി. എന്തിനായിരിക്കും ഈ ജീനോം ഇന്ത്യ പ്രോജക്ട്? ജെനറ്റിക് ഡൈവേഴ്സിറ്റിയുടെ ഒരു കാറ്റലോഗ് കണ്ടെത്തുക അല്ലെ. ഇന്ത്യൻ പോപ്പുലേഷനിൽ എത്രമാത്രം ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടെന്ന് കണ്ടെത്തുക, അതിന്റെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ഇതിന്റെ പ്രൈമറി എയിം ആണ്. ഓക്കെ, സോ ആൻസർ ആക്ച്വലി 2 and 3 ആണ്. ഇതൊരു റാൻഡം ടോപ്പിക് ആണോ? അല്ല. കറണ്ട് അഫയേഴ്സ് ആയിട്ടും റീസെന്റ് ന്യൂസ് പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ജീനോം ഇന്ത്യ പ്രോജക്ട്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2025 വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇത് PIB ആണ് കേട്ടോ, നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആർട്ടിക്കിൾ ആണ്. പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദീസ് അഡ്രസ് ഓൺ ജീനോം ഇന്ത്യ പ്രോജക്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്ത് ചെയ്തിട്ടുണ്ട്? ജീനോം ഇന്ത്യ പ്രോജക്റ്റിനെ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സംസാരിച്ചു. ഇങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പ്രൈം മിനിസ്റ്ററോ യൂണിയൻ മിനിസ്റ്റേഴ്സോ വല്ലതും എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബിളി അത് എക്സാമിന് വരാം. ഓക്കെ, പുള്ളി ഇത് കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സംസാരിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി ഇതും ഞാൻ നിങ്ങൾക്ക് സൈലം PCM ബാച്ചിൽ ഞാൻ പഠിപ്പിച്ചൊരു ടോപ്പിക് തന്നെയാണ്. സ്റ്റുഡൻസിന് മനസ്സിലാവും. ഓൾറെഡി നമ്മുടെ നോട്ടിലെല്ലാം ഈ 2 പ്രോജക്റ്റിനെ കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജീനോം ഇന്ത്യ പ്രോജക്റ്റ് അല്ലെ, അതുപോലെ തന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. രണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളുടെ സ്ലൈഡുകളിലെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ടോപ്പിക് കൂടിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് എളുപ്പമായിട്ട് ഫീൽ ചെയ്യാം ഫോർ ദ സ്റ്റുഡൻസ് ഹു അറ്റൻഡ് ദ സൈലം PCM ബാച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements with regard to National Quantum Mission is or correct? It aims at developing intermediate scale quantum computers with 50 to 1000 physical qubits. Its implementation includes setting up of 4 thematic hubs in academic and national research and development institutes across India. Select the answer using the code given below. ചോദ്യം എന്തിനെ കുറിച്ചാണ്? നാഷണൽ ക്വാണ്ടം മിഷനെ കുറിച്ചാണ്. ഇതും റാൻഡം ആയിട്ടുള്ളൊരു ചോദ്യമാണോ? അല്ല. കാരണം കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇന്ത്യ കാലെടുത്ത് വച്ചിരിക്കുന്ന ഒരു സെക്ടറാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യ ആ ഒരു മിഷന്റെ ഭാഗമായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ നിർമ്മാണത്തിലും അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കൊക്കെ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും UPSC പലപ്പോഴും മെയിൻസിനും പ്രിലിംസിനും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ഇറ്റ് എയിംസ് അറ്റ് ഡെവലപ്പിംഗ് ഇന്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വിത്ത് 50 to 1000 ഫിസിക്കൽ ക്യൂബിറ്റ്സ്. ശരിയാണ്. ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഇൻക്ലൂഡ്സ് 4 തീമാറ്റിക് ഹബ്സ്. അതും ശരിയാണ്. ഇത് രണ്ടും ഫാക്ച്വൽ ആയിട്ടുള്ള ഏരിയയാണ്. കാര്യം അറിഞ്ഞാൽ മാത്രമേ ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതുപോലുള്ള 50-50 അല്ലെങ്കിൽ 1-2 സ്റ്റേറ്റ്മെന്റ്സ് ഓൺലി ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഫാക്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്ത ഉത്തരത്തിലേക്ക് എത്താൻ പാടാണ്. ഇത് എന്താണ് ആ മിഷൻ എന്ന് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇതും നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിൽ റീസെന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. നമ്മുടെ അന്നത്തെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജിതേന്ദ്ര സിംഗ് അനൗൺസ്ഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദീസ് തീമാറ്റിക് ഹബ്സ്. നാഷണൽ ക്വാണ്ടം മിഷന്റെ ഭാഗമായിട്ട് ഇത്തരം തീമാറ്റിക് ഹബ്ബുകൾ അനൗൺസ് ചെയ്തു പുള്ളി. അപ്പൊ അത് PIBയിൽ അന്ന് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ഓൾസോ ഞാനിത് ക്ലാസ്സിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് എന്താണ് നാഷണൽ ക്വാണ്ടം മിഷൻ അത് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നോക്കിയ കോർ ഒബ്ജക്റ്റീവ്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം സെൻസിങ് ആൻഡ് മെട്രോളജി, ക്വാണ്ടം മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ്. അതിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ബൈ 8 years 8 വർഷം കൊണ്ട് 50 മുതൽ 1000 ക്യൂബിറ്റുകൾ വരെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നാഷണൽ ക്വാണ്ടം മിഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അതായിരുന്നില്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 4 തീമാറ്റിക് ഹബ്ബുകൾ അല്ലെ, 4 തീമാറ്റിക് ഹബ്ബുകൾ. ഓരോന്നിനും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്വാണ്ടം സെൻസിങ്ങിന് അനദർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്വാണ്ടം മെറ്റീരിയൽസ് ആൻഡ് ഡിവൈസസ് ഉണ്ടാക്കാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓരോ ഡിവൈസസും അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാൻ ഓരോ സ്ഥാപനങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. ദീസ് വേർ ദ 4 തീമാറ്റിക് ഹബ്സ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. നിങ്ങളുടെ സ്ലൈഡുകളിലും ഈ കണ്ടന്റുകൾ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്താം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് റെയർ എർത്ത് elements and critical minerals is or correct?
റയർ എർത്ത് എലമെന്റ്സ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? മോഡേൺ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻക്ലൂഡിംഗ് AI, റോബോട്ടിക്സ് ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ extensively utilize rare earth elements. China has the highest share in mining of REE, followed by India. The government of India launched the National Critical Mineral Mission in 2025 to establish a robust framework for self-reliance in the critical mineral sector. Rare earth elements are a set of 13 metallic elements. 4 statement ഉണ്ട് അല്ലേ? 1 and 3 only, 3 only, 1, 3 and 4, 1, 2 and 4. Answer is 1 and 3 only. നോക്കിയേ, റയർ എർത്ത് എലമെന്റ്സും ക്രിട്ടിക്കൽ മിനറൽസും ഇതും കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്. ഓക്കെ, കറണ്ട് അഫെയർസുമായിട്ട് ഡയറക്ട്ലി റിലേഷൻ ഉണ്ട്. ഇപ്പോൾ റീസെന്റ് ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ റയർ എർത്ത് എലമെന്റ്സും ക്രിട്ടിക്കൽ മിനറൽസ് ഒക്കെ മെജോറിറ്റിയും നിയർലി ഒരു 40-45% ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള 2 വസ്തുക്കളാണ് ഈ റയർ എർത്ത് എലമെന്റ്സിലും അതുപോലെ ക്രിട്ടിക്കൽ മിനറൽസിലും. നിങ്ങൾ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ചൈന ഹാസ് എ ഹയസ്റ്റ് ഷെയർ ഇൻ മൈനിങ് ഓഫ് REE ഫോളോഡ് ബൈ ഇന്ത്യ. 2ാം സ്ഥാനം ഇന്ത്യക്കാണെന്നാണ് പറഞ്ഞത് ഈ ഒരു റയർ എർത്ത് എലമെന്റ്സിന്റെ മൈനിങ്. അത് ഉണ്ടാകാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇത്രയും ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആകേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കി തെറ്റായിട്ട് പറയാം. ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം ഓക്കെയാണ്. ഓക്കെ, ചൈന തന്നെയാണ് ഹയസ്റ്റ് ഷെയർ ഇൻ മൈനിങ്. പക്ഷേ 2ാമത്തെ സ്ഥാനം ഇന്ത്യക്കാണോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അനുമാനിക്കുക. ഓക്കെ, അപ്പൊ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും പിടിയിട്ടു. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. റയർ എർത്ത് എലമെന്റ്സ് ആർ എ സെറ്റ് ഓഫ് 13 മെറ്റാലിക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. 13 മെറ്റാലിക് എലമെന്റ്സിന്റെ സെറ്റാന്ന് പറയുന്നത്. 13 അല്ല, 17 ആണ്. ഓക്കെ, 17 കെമിക്കൽ എലമെന്റ്സ് ആണ്. അതിൽ 15 ലാന്തനൈറ്റ്സും ഉണ്ട്, ബാക്കി 2 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 17 കെമിക്കൽ എലമെന്റ്സിന്റെ ഒരു സെറ്റാണ് റയർ എർത്ത് എലമെന്റ്സ്. ഓക്കെ, പോട്ടെ, അത് നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവണം എന്നില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഈ റയർ എർത്ത് എലമെന്റ്സും ക്രിട്ടിക്കൽ മിനറൽസും AI-നെയും റോബോട്ടിക്സിനെയും സ്പേസ് എക്സ്പ്ലോറേഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാവാനുള്ള സാധ്യതയാണോ ശരിയാവാനുള്ള സാധ്യതയാണോ കൂടുതലുള്ളത്? ഹെൽപ്പ് ചെയ്യാണ്. ഈ സെക്ടേഴ്സിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ക്രിട്ടിക്കൽ മിനറൽസ് എന്നൊക്കെ വിളിക്കുന്നത് അല്ലെ? ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ട പ്രധാനപ്പെട്ട എലമെന്റ്സ് ആൻഡ് മിനറൽസ് ആണ് ഇതെല്ലാം. അപ്പൊ ഒബ്വിയസ്ലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. നോക്കി, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് D ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം അല്ലെ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തോന്നുന്നതിന് നിങ്ങൾക്ക് B ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് 1 and 3 ഉള്ളിയും 1, 3 and 4 ആണ്. അതിൽ 4th സ്റ്റേറ്റ്മെന്റ് 13 അല്ല 17 ആണ് എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താം. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, ഇത് അത്രയും ഒരു എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ ദിസ് ടോപ്പിക് ഇസ് ആക്ച്വലി ഫെമിലിയർ. അതങ്ങനെ റാൻഡം ആയിട്ട് എവിടെന്നെങ്കിലും എടുത്തിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല. ആ ടോപ്പിക് ഫെമിലറൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 13 അല്ല 17 ആണ്. അപ്പൊ നോക്കിയേ, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻസർ ഇസ് ഓപ്ഷൻ A, 1 and 3 only. ഓക്കെ, നോക്കിയേ, ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി എടുത്തു പറയാനുള്ള കാര്യമാണ് 2026 ബഡ്ജറ്റ്. ഇന്ത്യയിലെ 2026 ബഡ്ജറ്റിനകത്തും റയർ എർത്ത് കോറിഡോർസ് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഇന്ത്യക്ക് അത്രയും ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കോറിഡോർ പ്രപ്പോസ് ചെയ്തത്. 2026 ബഡ്ജറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ടോപ്പിൽ കാണുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരിക്കൽ വന്നിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. കഴിഞ്ഞ വർഷം തന്നെ വന്നിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. Can India become self-reliant in rare earth elements production? ഓക്കെ, കാരണം ഇന്ത്യ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് മെജോറിറ്റി നമ്മൾ ചൈനയിൽ നിന്ന് തന്നെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ചൈന റിലേഷൻ അത്ര നല്ല രീതിയിലല്ലേ പോകുന്നത്. അപ്പൊ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഇത്രയും മിനറൽസും എലമെന്റ്സ് ഒക്കെ അതിൽ സെൽഫ് റിലയൻസ് നേടിയെടുക്കേണ്ടത് അത്യാവശ്യമുണ്ട് അല്ലേ? അപ്പൊ ഇത് രണ്ടും നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് വന്നിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ തന്നെയാണ്. ഞാൻ ക്ലാസ്സിലും ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ക്ലാസ് സ്ലൈഡുകളിനകത്ത് കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, എന്താണ് റയർ എർത്ത് എലമെന്റ്സ്? 17 കെമിക്കൽ എലമെന്റ്സ് അല്ലെ? 17 കെമിക്കൽ എലമെന്റ്സ് ആണ് റയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. ഓക്കെ, ചൈനയാണ്. പിന്നെ വിയറ്റ്നാം, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അടുത്തടുത്തായിട്ട് വരുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത് നമ്മുടെ ക്ലാസിന്റെ സ്ലൈഡ് ഞാൻ അതുപോലെ തന്നെ സ്നിപ്പ് ചെയ്തിട്ടു എന്നേ ഉള്ളൂ. ഓക്കെ, വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ഓഫ് ഡിഫൻസ് ഹാർഡ്വെയർ ഈസ് ഓർ മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ? ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്? ഓക്കെ, ഇതും ഒരു പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യം ഫാക്ട് അറിയാമെങ്കിൽ മാത്രമേ ഇതിനും ഉത്തരം കിട്ടുള്ളൂ. നമുക്ക് വെറുതെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം അല്ല. സുഖോയ് 30 MKI, അതുപോലെ ഫൈറ്റർ ജെറ്റ്സ്, T-90 Mark III ടാങ്ക്സ്, അതുപോലെ തന്നെ അക്കുല ക്ലാസ് സബ്മറൈൻ, ഇതിലേതൊക്കെയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അക്കുല ക്ലാസ് സബ്മറൈൻ എന്ന് പറയുന്നത് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഒരു ലീസിനെന്ന രീതിയിലാണ്. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് അക്കുല ക്ലാസ്. അത് ഇന്ത്യ ലീസിനെടുത്ത്, ഇത്ര വർഷത്തേക്ക് എന്ന രീതിയിൽ ലീസിനെടുത്ത് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ചക്ര എന്നൊരു പേരൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും അക്കുല ക്ലാസ് ഇന്ത്യയിലല്ല നിർമ്മിക്കുക. പിന്നെ വരുന്ന സുഖോയും അതുപോലെ T-90 Mark III ടാങ്കുമാണ്. ഇത് ആക്ച്വലി ന്യൂസിൽ ഉണ്ടായിരുന്നു. ഭീഷ്മ എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. ഓക്കെ, ഈ ടാങ്കുകൾക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഭീഷ്മ എന്നാണ്. അപ്പോൾ അത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള എന്തെങ്കിലും വസ്തു, ഹാർഡ്വെയർ ഭാഗങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുക്കുള്ളൂ. സോ 2 ശരിയാണ്. അതുപോലെ സുഖോയിയുടെ ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ശരിക്കും റഷ്യൻ ഡെവലപ്ഡ് ആണ്. പക്ഷേ അത് നിർമ്മിക്കുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ആണ്. അതിന്റെ നിർമ്മാണം മൊത്തം നടത്തുന്നത്, ബിൽഡിംഗ് ആക്ച്വലി നടത്തുന്നത് മൊത്തം ഇന്ത്യയിലാണ്. പക്ഷെ ഡിസൈനിങ്ങും അതിന്റെ ടെക്നിക്കൽ സ്പെഷ്യാലിറ്റി മറ്റുമൊക്കെ ആക്ച്വലി റഷ്യൻ നിർമ്മിതമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, സോ ഇത് പക്ക ഫാക്ച്വൽ ആണ്. നമുക്ക് വെറുതെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം അല്ല. പക്ഷെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ സുഖോയ് ഫൈറ്റർ ജെറ്റും അതുപോലെ അക്കുല ക്ലാസ് ഒക്കെ. 1 and 2 ഉള്ളിയാണ് ഇതിനകത്തുള്ള കറക്റ്റ് ആൻസർ. ഇതും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫാക്ടുകളൊക്കെ തന്നെയാണ്. ചക്ര ക്ലാസിനെ കുറിച്ചും സുഖോയിനെ കുറിച്ചും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് വാസ് ആക്ച്വലി ദ സ്ലൈഡ് ഗിവൺ ഇൻ ദ ക്ലാസ്. ഓക്കെ, നോക്കി പോവാം. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements regarding the features of blockchain technology are correct? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആക്ച്വലി പലപ്പോഴും ന്യൂസുകളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു എമേർജിംഗ് ടെക്നോളജി ഫീൽഡിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നത്തിങ് ന്യൂ, ഒരു പുതിയൊരു ടോപ്പിക്കോ റാൻഡമായിട്ട് വന്ന ടോപ്പിക്കോ ഒന്നും അല്ല. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. നോക്കി, ഇറ്റ് റെക്കോർഡ്സ് stored in the database may be made visible to relevant stakeholders without the risk of alteration. Copies of the entire database are stored on multiple computers on a network, syncing within seconds. Consortium blockchain is a blend of public and private blockchains, allowing selective data access. Mathematical algorithms make it impossible to change or delete any data once recorded and accepted. Okay, ഇതിൽ നിങ്ങൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം കേട്ടെങ്കിലും പരിചയമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം കേൾക്കാൻ സാധ്യതയുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് 4ാമത് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് മേക്ക് ഇറ്റ് ഇംപോസിബിൾ ടു ചേഞ്ച് ഓർ ഡിലീറ്റ് എനി ഡാറ്റ വൺസ് റെക്കോർഡഡ് ആൻഡ് അക്സെപ്റ്റഡ്. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ വൺസ് റെക്കോർഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഓൾട്ടർ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ മാറ്റങ്ങൾ വരുത്താനോ കഴിയില്ല എന്നുള്ളതാണ്. അതതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. സോ 1 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് അതോടുകൂടി എലിമിനേറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി, റെക്കോർഡ്സ് stored in the database may be made visible to relevant stakeholders without the risk of alteration. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് കുറച്ചുകൂടി സാമ്യമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഓൾട്ടറേഷൻ ഇല്ലാതെ ഡാറ്റാബേസിലിരിക്കുന്ന ഡാറ്റ വിസിബിൾ ആണ്. ശരിയാണ്, ഡാറ്റ ക്യാൻ ബി വിസിബിൾ, ട്രാൻസ്പെറൻസി ഉണ്ട്, പക്ഷേ ഓൾട്ടർ ചെയ്യാൻ കഴിയില്ല. ഇന്ന ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള കാര്യം ഓക്കെ അത് ലെഡ്ജർ എന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. ആ ഡാറ്റ ക്യാൻ ബി സീൻ, പക്ഷെ അത് മാറ്റം വരുത്താൻ കഴിയില്ല. അതും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ്. അപ്പൊ 1ഉം 4ഉം ഉണ്ടെന്ന് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം അല്ലെ. 1ഉം 4ഉം ഉണ്ടെന്ന് ഉറപ്പിക്കാം. ഇനി 2 ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. Copies of the entire database are stored on multiple computers on a network syncing within seconds. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു നെറ്റ്വർക്ക് ബേസ്ഡ് ടെക്നോളജിയാണ്. ഓക്കെ,
ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ആണ്. ഇതിൽ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ നോഡ് എന്ന് വിളിക്കും. നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന ഈ ബ്ലോക്കുകളിൽ ആഡ് ചെയ്യുന്ന ഡാറ്റാബേസ് എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഷെയർഡ് ആയിരിക്കും. ദ ഡാറ്റാസ് വിൽ ബി ഷെയർഡ് വിത്തിൻ ദി കമ്പ്യൂട്ടേഴ്സ്, വിത്തിൻ ദ നെറ്റ്വർക്ക്. അത് അങ്ങനെയാ പറഞ്ഞത്. ഡാറ്റാസ് വിൽ ബി ഷെയർഡ്. കമ്പ്യൂട്ടേഴ്സ് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഷെയർ ചെയ്ത് നൽകുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓൾട്ടർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ആൻസർ ഇസ് 1, 2 and 4. ഇത് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതല്ലാതെ ഒരു എമർജിംഗ് ടെക്നോളജി ടോപ്പിക് എന്ന തരത്തിലും നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇതും ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫാക്ട് തന്നെയാണ്. കൃത്യം സെയിം സ്റ്റേറ്റ്മെന്റ് നോക്കി. ഇറ്റ് ഈസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് ഡാറ്റാബേസ് മെക്കാനിസം ദാറ്റ് എനേബിൾസ് ട്രാൻസ്പാരന്റ് ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്തിൻ എ ബിസിനസ് നെറ്റ്വർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ബി ഡിലീറ്റഡ് ഓർ മോഡിഫൈഡ്. ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്തു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ കഴിയില്ല. ഓക്കെ, അത് കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ സ്ലൈഡുകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements with regard to the involvement of private entities in India's space program. ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് സ്പേസിലേക്ക് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യ ഇസ് ആക്ച്വലി ഓൺ ടു ദി പ്രൈവറ്റൈസേഷൻ ഓഫ് സ്പേസ് സെക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് പാർട്ടീസ്, പ്രൈവറ്റ് എൻറ്റിറ്റീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇൻസ്പേസ്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്ന് പറയുന്ന ഇൻസ്പേസിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് എൻ ഓട്ടോണമസ് ഏജൻസി ഫോംഡ് ടു ഫെസിലിറ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രൈവറ്റ് എൻറ്റിറ്റീസ്. അഗ്നികുൽ കോസ്മോസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് എൻറ്റിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരൊരു എഞ്ചിൻ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. സ്കൈ റൂട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചും പറയുന്നുണ്ട്. അവരൊരു ലിക്വിഡ് ഫ്യൂൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇതില് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് പക്കാ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, കറന്റ്ലി റിലവന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് ഈ അഗ്നികുൽ കോസ്മോസിന്റെയും അതുപോലെ സ്കൈ റൂട്ട് എയറോസ്പേസിന്റെയും. കറണ്ട് അഫയേഴ്സ് വായിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. ഗസ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഓർത്തിരിക്കാം. ഇത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ടെക് കമ്പനിയാണ് അഗ്നികുൽ കോസ്മോസ് പറയുന്നത്. അവര് ആക്നൈറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് സിംഗിൾ പീസ് 3D പ്രിന്റഡ് ബൂസ്റ്റർ എഞ്ചിൻ ടെസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അവരത് ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ദിസ് വാസ് ആക്ച്വലി കറണ്ട് അഫയേഴ്സ്. അതുപോലെ തന്നെ വാട്ട് ഈസ് വിക്രം 1, ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് സ്പേസ് റോക്കറ്റ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അൺവീൽ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് റോക്കറ്റ് ആണ് വിക്രം 1. ആൻഡ് ഈ പ്രൈവറ്റ് റോക്കറ്റ് ആരാ നിർമ്മിച്ചത്? സ്കൈ റൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, ഇതും ന്യൂസിൽ ഉണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ മോഡിജി തന്നെയാണ് ഇനോഗ്രേറ്റ്. അപ്പൊ എന്തായാലും ഒരു ചോദ്യമായിട്ട് വരാമായിരുന്നു അല്ലെ. രണ്ടും കറണ്ട് അഫയേഴ്സ് ആണ്, ഓർത്തിരിക്കുക. ഇൻസ്പേസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻസ്പേസ് എന്ന ബോഡി എന്തിനാണെന്ന് അല്ലെ. പ്രൈവറ്റ് എന്റിറ്റീസിന്റെ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, പ്രൈവറ്റ് സെക്ടേഴ്സിനെയും ISRO തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് മീഡിയേറ്റർ ആണ് ഇൻസ്പേസ് എന്ന് പറയുന്നത്. ഓൾറെഡി ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്ട് തന്നെയാണത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following statements with regard to genetic medicine is or correct? Genetic medicines correct or compensate for the faulty genes responsible for disease. Engineered viruses and lipid nanoparticles are used as carriers of the genetic medicine. Genetic medicines alter the entire DNA sequence. Select the answer using the code given below. Okay, genetic medicine. Genetic studies, genome, ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ജീൻ തെറാപ്പി, ജെനറ്റിക് മെഡിസിൻ, ഇതെല്ലാം ബയോടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയാസാണ്. ആൻഡ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു കോർ ഏരിയ തന്നെയാണ്. ഒരു വർഷം എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം ചോദിച്ചത് ജെനറ്റിക് മെഡിസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഒരു റാൻഡം ആയിട്ടുള്ളൊരു ഭാഗമല്ല. ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കിലെടുക്കാം എന്നേ ഉള്ളൂ. ഇതൊരു എമർജിംഗ് ടെക്നോളജി ആയിട്ട് നോക്കാം, എസ്പെഷ്യലി ആഫ്റ്റർ ദിസ് കോവിഡ് പാൻഡമിക് ശേഷമാണ് ഈ ഒരു ഭാഗത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങിയത്. ഓക്കെ, ജെനറ്റിക് മെഡിസിൻസ് കറക്റ്റ് ഓർ കോമ്പൻസേറ്റ് ഫോർ ദി ഫോൾട്ടി ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ഡിസീസ്. ശരിയാണ്. ജെനറ്റിക് മെഡിസിൻ എന്ന് പറയുന്നതിനെ നമ്മുടെ ബോഡിക്കകത്ത് ഇപ്പോൾ ഒരു ഡിസീസ് കോസിങ് ജീൻ ഉണ്ടെങ്കിൽ ആ ഫോൾട്ടി ജീനെ കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആയിരിക്കും ജെനറ്റിക് മെഡിസിൻസ്. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്.
Engineered viruses and lipid nanoparticles are used as carriers of the genetic medicine. ഈ ജനറ്റിക് മെഡിസിൻസ് ഓൾട്ടർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ ജീൻ തെറാപ്പിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് വി നീഡ് വെക്ടേഴ്സ്. നിങ്ങൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. റീകോമ്പിനന്റ് DNA ടെക്നോളജി തുടങ്ങിയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് ഈ ജനറ്റിക് ജീൻ തെറാപ്പി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ ശരിക്കും ഒരു വെക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം വേണം. ഒരു ഹോസ്റ്റ് ആയിട്ട് ഒരു വെക്ടർ വേണം നമുക്ക്. വെക്ടറായിട്ട് നോർമലി ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വൈറസോ ബാക്ടീരിയയുടെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. സോ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ജനറ്റിക് മെഡിസിൻസ് ഓൾട്ടർ ദി എൻറ്റയർ DNA സീക്വൻസസ്. DNA സീക്വൻസിനെ മൊത്തത്തിൽ ഇത് ഓൾട്ടർ ചെയ്യുന്ന പറയുന്നത് അല്ല. എവിടെയാണോ ഫോൾട്ടി ജീൻ ഉള്ളത് ആ ഫോൾട്ടി ജീനിനെ മാത്രമേ ഇത് ഓൾട്ടർ ചെയ്യത്തുള്ളൂ. അല്ലെ, എൻറ്റയർ DNA സീക്വൻസിനെ മാറ്റിക്കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് ജീനോം വിൽ ഗെറ്റ് അഫക്റ്റഡ്. അതും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഒരു ബോഡിക്കകത്തുള്ള കംപ്ലീറ്റ് ജീനും മാറിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലെ? അപ്പോൾ എവിടെയാണോ ഫോൾട്ട് ഉള്ളത് അത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് ഓൾട്ടർ ചെയ്യത്തുള്ളൂ. അപ്പൊ നോക്കി, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ ഭാഗങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നോക്കി, ബിയും എലിമിനേറ്റ് ചെയ്യാം, ഡിയും എലിമിനേറ്റ് ചെയ്യാം. പിന്നെ 1 ഒള്ളിയും 1 and 2 ഒള്ളിയാണ്. 1 ഒള്ളി എന്തായാലും കറക്റ്റ് ആണ്, 2ഉം ഇതാ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ സി 1 and 2 ഒള്ളി. ഇത് കറക്റ്റ് ആയിട്ട് എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലായാൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഇതൊന്നും നമുക്ക് റാൻഡം ആയിട്ട് ഈ അരിപ്പൊരി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമൊന്നും അല്ല. ഓക്കെ, കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. അത്യാവശ്യം ഒരു ബേസിക് നോളജ് എങ്കിലും ഉണ്ടായാലേ ഇതുപോലെ സ്റ്റേറ്റ്മെന്റുകൾ എലിമിനേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ജീൻ തെറാപ്പിയും റീകോമ്പിനന്റ് DNA ടെക്നോളജിയും അല്ലെങ്കിൽ ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജി കൊണ്ടുള്ള റീകോമ്പിനന്റ് പ്രോട്ടീൻസും അതുകൊണ്ടുള്ള ജനറ്റിക് മെഡിസിൻസും ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വി നീഡ് ടു യൂസ് വെക്ടേഴ്സ് അല്ലെ. വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടറിങ് ജീൻസ് ടു ട്രീറ്റ് എ ഡിസീസ്. ഓക്കെ, ഒരു ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനായിട്ട് ജീനുകളെ ഓൾട്ടർ ചെയ്യുന്ന മെക്കാനിസമാണ് ജീൻ തെറാപ്പി. അങ്ങനെ ജീൻ തെറാപ്പി വഴി ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണ് ജനറ്റിക് മെഡിസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements with regard to black boxes used in modern aircraft is or correct? Black box used in aircraft. ഇതും എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അഹമ്മദാബാദ് എയർ ക്രാഷ് ഉണ്ടായ സമയത്തും അതുപോലെ തന്നെ റീസെന്റ് അജിത് പവാർ ഇതുപോലെ ഒരു എയർക്രാഫ്റ്റ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു അല്ലെ. ഈ സിറ്റുവേഷൻസിലെല്ലാം ആദ്യം തന്നെ തെരഞ്ഞു പോകുന്നത് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നൊരു കാര്യത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷം അടുപ്പിച്ച് ഇത്തരം എയർ ക്രാഷുകളും ബ്ലാക്ക് ബോക്സിന്റെ ടോപ്പിക്കും ന്യൂസ് പേപ്പേഴ്സിൽ വന്നതുകൊണ്ട് അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഓക്കെ, ബ്ലാക്ക് ബോക്സ്. ദേ ക്യാരി എ ബീക്കൺ എമിറ്റിംഗ് റെഡ് ലൈറ്റ് പൾസസ് ടു ഫെസിലിറ്റേറ്റ് അണ്ടർ വാട്ടർ ഡിറ്റക്ഷൻ. ദേ റെക്കോർഡ് ബോത്ത് ദി കോക്പിറ്റ് വോയിസ് ആൻഡ് ദി ഫ്ലൈറ്റ് ഡാറ്റ. ദർ മെമ്മറി യൂണിറ്റ്സ് ആർ മെയ്ഡ് യൂസിംഗ് ഐദർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ടൈറ്റാനിയം. ദിസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടും. ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു എന്താ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾക്ക് ആ ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിളിനകത്ത് ഉണ്ടാകും. നമ്മുടെ ഹിന്ദുവിൽ വന്നൊരു ആർട്ടിക്കിളാണ്. ഞാൻ ആർട്ടിക്കിൾ കാണിച്ചു തരാം. ദിസ് വാസ് ദി ആർട്ടിക്കിൾ. എയർ ഇന്ത്യ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിന്റെ സമയത്ത് വന്നൊരു ആർട്ടിക്കിളാണ്. വാട്ട് ആർ ബ്ലാക്ക് ബോക്സസ്, ഹൗ ഡു ദേ വർക്ക് എന്നൊക്കെയായിരുന്നു ചോദ്യം. കൃത്യമായിട്ട് ആ ഒരു ഫിഗറിൽ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. കോക്പിറ്റ് വോയിസ് റെക്കോർഡ് ചെയ്യും, ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ടൈറ്റാനിയം. ഇതേ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയല്ലേ അവിടെയും കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഇസ് പക്ക കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. സോ ദിസ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 and 3 only. 1 തെറ്റാന്ന് പറയാൻ കാരണം ഈ ബ്ലാക്ക് ബോക്സ് ആക്ച്വലി ഒരു ഓറഞ്ച് കളറിലിരിക്കുന്ന ഒരു ബോക്സ് ആണ്. അതങ്ങനെ ലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യില്ല. ഈ ബ്ലാക്ക് ബോക്സ് ശരിക്കും ഒരു എയർ ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ കണ്ടെത്താൻ. ലൈറ്റ് എമിറ്റ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 and 3 only. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Which of the following statements with regard to India's indigenous new high resolution weather model Bharat Forecast System is or correct? ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ പുതിയ സിസ്റ്റത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വെതർ മോഡലിന് ക്വസ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഇസ് ടു ജനറേറ്റ് ഫോർകാസ്റ്റ് അറ്റ് ദി പഞ്ചായത്ത് ക്ലസ്റ്റർ ലെവൽ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ IIT ഡൽഹി.
ഇതും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്, പക്ക ഫാക്ച്വൽ ആണ്. ഓക്കെ, ഞാൻ പറയാം 2 സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, അത് മനസ്സിലാക്കുക. IIT ഡൽഹി ആണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കറണ്ട് അഫയേഴ്സിൽ വന്ന ഒരു ടോപ്പിക്കാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 1 only ആണ്. ഇത് IIT ഡൽഹി അല്ല, IIT മദ്രാസ് ആണ് ഇതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടത്തിയിരിക്കുന്നത്. IITM ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതും PIBയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. ഓക്കെ, യൂണിയൻ എർത്ത് മിനിസ്റ്റർ Dr. Jitendra Singh unveils one of the world's first indigenously developed high-resolution Bharat forecast system by IITM. ഇത് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു. ബിക്കോസ് മിനിസ്റ്റർ തന്നെയാണ് അത് എന്ത് ചെയ്തത്, അൺവീൽ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഇൻഡിജിനസ്ലി നിർമ്മിക്കപ്പെട്ട, ലോകത്തിൽ തന്നെ ഇൻഡിജിനസ്ലി നിർമ്മിക്കപ്പെട്ട സിസ്റ്റം ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements about Dhruv 64 is or correct? It is a third chip fabricated under the DIRV program with an overall aim to enable the creation of microprocessors for India. It is India's first homegrown 1 GHz 64-bit dual-core microprocessor. Select the answer using the codes given below. ഞാൻ പറഞ്ഞു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. ഒന്നും ചെയ്യാനില്ല, ഇതറിയാമെങ്കിൽ മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. കൃത്യം ഫാക്ട് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. DIRV പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നുണ്ട്. 1 GHz 64-bit മൈക്രോ പ്രോസസർ എന്ന് പറയുന്നുണ്ട് അല്ലെ. വെറുതെ റാൻഡം ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയില്ല. നോളജ് അല്ലെങ്കിൽ കണ്ടന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. ദിസ് വാസ് ഓൾസോ എ കറണ്ട് അഫയേഴ്സ്. ഇന്ത്യ ഇൻഡിജിനസ്ലി നിർമ്മിച്ചെടുത്ത ഒരു മൈക്രോ പ്രോസസറാണ് ധ്രുവ് 64. ഓക്കെ, ന്യൂസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements about Mission Sudarshana Chakra of India. Okay, Mission Sudarshana Chakra. It aims to enhance India's air defense, ballistic missile defense and aerial offensive capabilities. The mission is being designed to enhance rapid, precise and powerful defense responses, reinforcing India's strategic autonomy. One of the aims of this mission is to cover all public places of India by an expanded nationwide security shield by 2035. നിങ്ങൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, മിഷൻ സുദർശന ചക്രം എന്നാണ് പറയുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്കറിയാം ഡിഫൻസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സംതിങ് റിലേറ്റഡ് ടു ഡിഫൻസ് ആണിത്. പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ ഒരു പുരാണങ്ങളിലൊക്കെ പറഞ്ഞ സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സേഫ്റ്റി മെക്കാനിസം ആണ് അല്ലെ സുദർശന ചക്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് ഡിഫൻസ് ആണെന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, 1 of the aim is to cover all the public places of India by an expanded nationwide security shield by 2035. 2035 എന്താണെന്നായിക്കോട്ടെ, നമുക്ക് അറിയില്ലത്. പക്ഷെ എല്ലാ പബ്ലിക് പ്ലേസസും, ഇന്ത്യയിലെ എല്ലാ പബ്ലിക് സ്പേസസും ഇതുവഴി കവർ ചെയ്യുന്നു പറഞ്ഞാൽ അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് അല്ലേ. അത് ശരിയാകാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, സോ നമുക്കത് തെറ്റായിട്ട് തന്നെ കണക്കിലെടുക്കാം. അപ്പൊ 3 എന്ത് ചെയ്തു, ഇല്ല. അപ്പൊ 1 and 2 ഉള്ളിയും 1 ഉള്ളിയുമായി. അപ്പൊ എന്തായാലും 1 ശരിയാണെന്ന് മനസ്സിലാക്കാം അല്ലെ. ഇതൊരു എയർ ഡിഫൻസ്, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ആൻഡ് ഏരിയൽ ഒഫൻസീവ് കേപ്പബിലിറ്റി ആണ്. ഇനി 2 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദ മിഷൻ ഇസ് ബീൻ ഡിസൈൻ ടു എൻഹാൻസ് റാപ്പിഡ് അല്ലെ, വളരെ പെട്ടെന്ന്, വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ പവർഫുൾ ആയിട്ട് ഡിഫൻസ് റെസ്പോൺസുകൾ ചെയ്യുക. നമ്മൾ ഏതൊരു സിസ്റ്റം നിർമ്മിക്കുമ്പോഴും ഇതെല്ലാം നോക്കിയിട്ടായിരിക്കില്ലേ ചെയ്യുക. സ്ലോ ആയിട്ടുള്ള, ഒട്ടും പ്രിസിഷൻ ഇല്ലാത്ത, ഒട്ടും പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും സിസ്റ്റം നമ്മൾ ഉണ്ടാക്കൂ, അത് അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ. സോ 1 and 2 ഉള്ളി. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇതും നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. മിഷൻ സുദർശന ചക്ര ടു ഡെവലപ്പ് ഇൻഡിജിനസ് ഏരിയൽ ഡിഫൻസ് സിസ്റ്റം ബൈ 2035 സേസ് ഹൂ സേസ് PM മോഡി. മോഡിജി എവിടെ കൈ തൊട്ടാലും you have to learn that fact. ഓക്കെ, ഒരു ചോദ്യം വരാം. ഇതൊരു ഷീൽഡ് പോലെ ആക്ട് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാന്നുള്ള ഉദ്ദേശം. പക്ഷെ എല്ലാ പബ്ലിക് സ്പേസസും പറയുന്നില്ല. സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിവിലിയൻ ഏരിയാസ് ലൈക്ക് ഹോസ്പിറ്റൽസ്, റെയിൽവേസ്, ഫെയ്ത്ത് സെന്റേഴ്സ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ പബ്ലിക് സ്പേസസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Bureau of Indian Standard recently introduced a nation standard to test and assess bomb disposal system
Which of the following statements with regard to the system is or are correct? The new standard is known as IS 19445:2025. It will improve interoperability of equipments across agencies. It was developed by TBRL DRDO in collaboration with the 30th Central Scientific Research Institute, Russia. Okay. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, BIS റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ നാഷണൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, എന്ത് ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡാ? ഒരു ബോംബ് ഡിസ്പോസൽ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ആണ് അല്ലെ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഒരു ബോംബ് ഡിസ്പോസൽ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ഉള്ള സിസ്റ്റം ആയിരിക്കില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും മറ്റ് രാജ്യങ്ങളുടെ ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായിട്ട് നിർമ്മിക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ, അതും BIS സ്റ്റാൻഡേർഡോട് കൂടിയുള്ളത്. അപ്പൊ അവിടെ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഇല്ല. ഇറ്റ് കുഡ് ബി ഇൻഡിജിനസ് അല്ലെ. BIS സർട്ടിഫിക്കേഷനുള്ള സ്വന്തമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബോംബ് ഡിസ്പോസൽ സിസ്റ്റം ആകണം അത്. അവിടെ റഷ്യയുടെ ആവശ്യം നമുക്ക് ഇല്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ എയും പോയി, ബിയും പോയി. പിന്നെയുള്ളത് 1 and 2 ഉള്ളിയും 1 ഉള്ളിയാണ് അല്ലെ. അപ്പൊ എന്തായാലും 1 ഉറപ്പിച്ചോ. നമുക്കറിയില്ലേ, സ്റ്റാൻഡേർഡ് ഒന്നും നമ്മൾ പഠിക്കാറില്ല അല്ലെ. ഈ 19445:2025 തന്നെയാണോ ഡിസ്പോസൽ സിസ്റ്റം, അങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. അപ്പൊ 1 എന്തായാലും ഉണ്ട്. ഇറ്റ് വിൽ ഇംപ്രൂവ് ഇന്ററോപ്പറബിലിറ്റി ഓഫ് എക്വിപ്മെന്റ്സ് അക്രോസ് ഏജൻസീസ്. എന്താ, അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ അല്ലെ. പല ഏജൻസികളുമായിട്ട് ഇത് ഇന്റർഓപ്പറബിൾ ആണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലെ, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. 1 and 2 ഉള്ളി, ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി. ഇതും കറണ്ട് അഫയേഴ്സിൽ വന്നു തന്നെയാണ്. നമ്മുടെ ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യ ഗെറ്റ്സ് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ഫോർ ബോംബെ ഇൻ ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ് ഫോർ ബോംബ് ഡിസ്പോസൽ സിസ്റ്റം. ഓക്കെ, ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നൊരു ആർട്ടിക്കിൾ തന്നെയാണ്, ഓർത്തിരിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements with regard to drone swarms is or correct? They use terahertz band of frequency to communicate with the command center. Individual drones in the swarm can communicate with other drones in the swarm. GPS spoofing is a commonly used technique to counter drone swarm attack. Drone swarms ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നൊരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി ഇപ്പോൾ റീസെന്റ് നടക്കുന്ന യുദ്ധങ്ങളില്ലേ, നമ്മുടെ ഉക്രൈൻ കോൺഫ്ലിക്ട്, റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് സമയത്തും അതുപോലെ ഇറാൻ US കോൺഫ്ലിക്റ്റിന്റെ സമയത്തും എല്ലാം ഇത്തരത്തിലുള്ള സ്വാം ഡ്രോണുകളെ ഉപയോഗിച്ച് അറ്റാക്കുകൾ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് എന്തായാലും ഉത്തരത്തേക്ക് നോക്കാം അല്ലെ. ഡ്രോൺ സ്വാംസ് എന്ന് വെച്ചാൽ, സ്വാംസ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം അല്ലെ. അപ്പൊ ചെറിയ കുറെ ഡ്രോണുകളുടെ ഒരു കൂട്ടം, ആ കൂട്ടം ഓഫ് ഡ്രോൺസ്. ഓക്കെ, അതാണ് ഡ്രോൺ സ്വാംസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ദേ യൂസ് ടെറാഹെർട്സ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി കമാൻഡ് സെന്റർ. ടെറാഹെർട്സ് ബാൻഡ് എന്ന് പറഞ്ഞ ചില്ലറ ഹേർട്സ് അല്ല അല്ലെ, ചില്ലർ ഫ്രീക്വൻസി അല്ല, ചെറിയ ഫ്രീക്വൻസി ഒന്നും അല്ല അത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് സ്പീഡിൽ നമ്മൾ 5G സർവീസ് ഒക്കെ കിട്ടുന്നില്ലേ. 5G നെറ്റ്വർക്ക് തന്നെ ഉപയോഗിക്കുന്നത് ഗിഗാഹെർട്സ് ഫ്രീക്വൻസിയിലാണ് അല്ലെ, 5G ഒക്കെ ഉപയോഗിക്കുന്നത്. 6Gയിലേക്ക് എത്തിയാലേ ടെറാഹെർട്സ് ഉള്ളൂ. 6Gയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 1 ടെറാഹെർട്സ് റേഞ്ചിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെറാഹെർട്സ് ബാൻഡ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ എല്ലാ ഡിവൈസിലൊന്നും ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി അല്ല. അത് വളരെ ഹൈ ഫ്രീക്വൻസിയാണ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ വെറുതെ ഡ്രോൺ സോംസ് നടത്താൻ വേണ്ടിയിട്ട്, അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്തിനാണ് ഇത്രയും വലിയ ഹൈ ഫ്രീക്വൻസീസ്? അതിന്റെ ആവശ്യമില്ല. നമുക്കൊരു ഗിഗാഹെർട്സ് ഫ്രീക്വൻസിലും മെഗാഹെർട്സ് ഫ്രീക്വൻസിലെല്ലാം വർക്ക് ചെയ്യാൻ കഴിയുള്ള വസ്തു തന്നെയാണ് ഡ്രോൺ സ്വാംസ്. ടെക്നിക്കലി സ്പീക്കിംഗ്, ടെക്നിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാ എക്യുപ്മെന്റ്സ്, ഒരുപാട് എക്യുപ്മെന്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ടെറാഹെർട്സ് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പോസിബിൾ അല്ല, ലൈക്ലി പോസിബിൾ അല്ല. ഇൻഡിവിജ്വൽ ഡ്രോൺസ് ഇൻ ദ സ്വാം ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഡ്രോൺസ് ഇൻ ദ സ്വാം. അങ്ങനെ ആയിരിക്കില്ലേ? ഒരു സ്വാം എന്ന് പറഞ്ഞൊരു കൂട്ടമായിരിക്കും അല്ലെ. അവിടെ ഈ ഇൻഡിവിജ്വൽ ഡ്രോൺസ് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ടാവും? സംസാരിക്കുന്നതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് അനുസരിച്ചാണ് ഇവർ ഗ്രൂപ്പായിട്ടൊക്കെ പോവുക. ഒബ്വിയസ്ലി ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. GPS spoofing is a commonly used technique to counter drone swarm attack. ഡ്രോൺ സ്വാം അറ്റാക്ക് കൗണ്ടർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് GPS spoofing. എന്താണ് ഈ സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ? സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫാൾസ് ലൊക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക.
അപ്പം ഞാൻ ഇവിടെ നിൽക്കുകയാണ്, പക്ഷെ ഞാൻ സ്പൂഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്ന പോലെ കാണിക്കുക. ഓക്കെ, അത് ഈ പറഞ്ഞ ഡ്രോൺ സ്വാമുകളെ ഡിറ്റക്ട് ചെയ്യാൻ റഡാറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് റഡാറുകൾക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഇൻഫർമേഷൻ കിട്ടില്ല. ഓക്കെ, അതിനാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. GPS ലൊക്കേഷൻ വിൽ ബി സ്പൂഫ്ഡ്. അപ്പൊ ഇവിടെ ഡ്രോൺ സ്വാം അറ്റാക്കുകൾ കൗണ്ടർ ചെയ്യാൻ ഒബ്വിയസ്ലി ഈ GPS സ്പൂഫിംഗ് എന്ന ടെക്നിക് വർക്ക് ചെയ്യും അല്ലെ. ലൊക്കേഷൻ കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രോൺ സ്വാമുകളെ കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയാണ്. ഇത് കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യാസ് ഹോം ഗ്രോൺ ഭാർഗവാസ്ത്ര കൗണ്ടർ സ്വാം ഡ്രോൺ സിസ്റ്റം ടെസ്റ്റ് ഫയർഡ് സക്സസ്ഫുള്ളി. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കൗണ്ടർ സ്വാം ഡ്രോൺ സിസ്റ്റമാണ്. അത് സ്വാം ഡ്രോണുകളെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ നിർമ്മിച്ച സിസ്റ്റം ഭാർഗവാസ്ത്ര. ഇത് ന്യൂസിൽ വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഇവിടെ GPS സ്പൂഫിംഗ് പോലുള്ള മെത്തേഡ്സ് വഴിയാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, കൗണ്ടർ ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X, born in the UK, was conferred the Nobel Prize in 2025. He was a professor in an American university when this prize was announced. Okay, when this prize was announced. Identify X. സാധാരണ ഇങ്ങനെ വ്യക്തികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പെർസ്പെക്റ്റീവിൽ ചോദിക്കാറില്ലാത്തതാണ്. പക്ഷെ ഇപ്രാവശ്യം ചോദിച്ചു. ഓക്കെ, നിങ്ങൾ നോക്കിയേ, നോബൽ പ്രൈസ് 2025 നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ്. ഓക്കെ, എന്നാ പറയുന്നത്. UK ജനിച്ച വ്യക്തിയാണ്, അമേരിക്കൻ പ്രൊഫസറാണ്. ഒരു 4 പേര് തന്നിട്ടുണ്ട്. ഓക്കെ, മിച്ചൽ H. ഡെവോററ്റ്, റിച്ചാർഡ് റോബ്സൺ, ജോൺ ക്ലാർക്ക്, ജോയൽ മോക്കർ. UK ജനിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ ഓക്കെ, ഏകദേശം പേരുകളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, അറിയില്ല എന്നുണ്ടെങ്കിൽ പേരുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ജോയൽ മോക്കർ എന്നൊരു പേര് വരാൻ സാധ്യത കുറവാണ് അല്ലെ. കാരണം എന്താ, ഒരു മോക്കിർ എന്നൊക്കെ പറയുമ്പോൾ ഒരു റഷ്യൻ, ഉക്രൈൻ അല്ലെങ്കിൽ ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ ടച്ച് ഉള്ള ഒരു പേരാണ് മോക്കിർ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഈസ്റ്റേൺ യൂറോപ്യൻ ആണ്. അപ്പൊ അത് വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഞാൻ പ്രോബബിലിറ്റി ആട്ടോ ചെക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ വരാം അല്ലെ, ഒരു റഷ്യൻ ആയിട്ടുള്ള വ്യക്തി UK ജനിച്ചു വളർന്ന വ്യക്തി ആകാം അല്ലെ, അതും പോസിബിൾ ആണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, പിന്നെ മിച്ചൽ H. ഡെവോററ്റ്. ഓക്കെ, മിച്ചൽ അല്ലെങ്കിൽ മൈക്കിൾ എന്നൊക്കെ പറയുമ്പോൾ നോർമലി നമ്മൾ എഴുതുന്നത് എങ്ങനെയാ, മൈക്കിൾ എന്നൊക്കെ പറയും, ഒരു എയും കൂടെ കയറി വരും അല്ലേ, ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ കൊടുത്തത്, മിച്ചൽ എന്നൊക്കെ. മിച്ചൽ H. ഡെവോററ്റ്. ഡെവോററ്റ് എന്ന വാക്കും മിച്ചൽ എന്ന വാക്കൊക്കെ നോർമലി വരുന്നത് സർനെയിംസ് ആണ്. ഫ്രാൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രഞ്ച് സർനെയിം ആണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഡെവോററ്റ് മനസ്സിലായാലും കുഴപ്പമില്ല, മൈക്കിൾ എന്ന് എഴുതിയിട്ടില്ല അല്ലെ. മൈക്കിളാണ് ശരിക്കുള്ള ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, പക്ഷെ മിച്ചൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് UK ആകാനുള്ള ടെൻഡൻസി കുറവാണ് അല്ലെ, UK ആകാനുള്ള സാധ്യത കുറവാണ്. പിന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ പോകുന്നത് റിച്ചാർഡ് റോബ്സണും ജോൺ ക്ലാർക്കുമാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്, ജോൺ ക്ലാർക്ക്. ഒരു 50-50 ചാൻസിലേക്ക് കൊണ്ടെത്തിക്കാം. ബാക്കിയൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇതൊന്നും ആരും ഈ പേരൊന്നും പഠിക്കുന്ന കൂട്ടത്തിലല്ല. ആരും തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തികളുടെ പേരൊന്നും പഠിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു 50-50 ചാൻസിൽ കൊണ്ടെത്തിച്ചാൽ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റലിജന്റ് ഗെസ്സിംഗ് നടത്തി ഉത്തരത്തിലേക്ക് എത്താം. റിച്ചാർഡ് റോബ്സൺ എന്ന പേര് റോബ്സൺ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, ഈ ബ്രിട്ടനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേര് തന്നെയാണ്. ബട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന ജോൺ ക്ലാർക്ക് ആണ് അല്ലെ. സോ ആൻസർ ഓപ്ഷൻ C, ജോൺ ക്ലാർക്ക്. ഇത് ന്യൂസിൽ വന്നതാണ്. 2025 നോബൽ പ്രൈസ് കിട്ടിയ 3 പേരിൽ ഒരാളാണ് ജോൺ ക്ലാർക്ക്. ഓക്കെ, അതിൽ മിച്ചലി ഡെവോററ്റും ഉണ്ട്. ഓക്കെ, ആ പുള്ളിക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 2025. പക്ഷെ UK ജനിച്ചു വളർന്ന അമേരിക്കൻ പ്രൊഫസർ അല്ല. ഇവർക്കൊക്കെ എന്തിനാ നോബൽ പ്രൈസ് കിട്ടിയത്? ഫിസിക്സിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിസ്കവർ ചെയ്തതിന്റെ ബേസിസിലാണ്. അതിനെ കൂടുതൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന്റെ ബേസിസിലാണ്. ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. ഒരാളും കൂടിയുണ്ട്, ജോൺ M. മാർട്ടിനസ്. ഓക്കെ, ന്യൂസിൽ വന്നിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദി AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 ഹെൽഡ് ഇൻ ന്യൂഡൽഹി. ഇത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. 2026 AI ഇമ്പാക്ട് സമ്മിറ്റിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദ സമ്മിറ്റ്സ് ഇന്റലക്ച്വൽ ഫ്രെയിംവർക്ക് വാസ് ബേസ്ഡ് ഓൺ 3 ഫൗണ്ടേഷണൽ സൂത്രാസ്: people, planning and progress. The preamble of the summit stresses democratizing AI resources, which acknowledges the Charter for Democratic
diffusion of AI as a binding framework to support locally relevant innovation and strengthen resilient AI ecosystem while respecting national laws. The New Delhi Declaration was structured around 7 chakras, which includes access for social empowerment, AI for science and secure and trusted AI. നിങ്ങൾ നോക്കി, ഇതും കുറേയൊക്കെ നമുക്ക് ഇന്റലിജന്റ് ഗസ്സോട് കൂടി ചില സ്റ്റേറ്റ്മെന്റുകൾ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. The preamble of the summit stresses democratizing AI resources, which acknowledges the Charter for Democratic Diffusion of AI. Okay? Charter for Democratic Diffusion of AI as a binding framework to support locally relevant so and so. ഈ 2026 AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ സമയത്ത് ഒരു ചാർട്ടർ അക്നോളജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ചാർട്ടർ ഇറക്കിയിട്ടുണ്ട്. ചാർട്ടർ ഫോർ ഡെമോക്രാറ്റിക് ഡിഫ്യൂഷൻ ഓഫ് AI എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സമ്മിറ്റിൽ വെച്ച് ഇങ്ങനെ AI കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, AI എന്ന് പറയുന്നത് ഒരു എമേർജിംഗ് ടെക്നോളജി ആണല്ലോ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും നടക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജിയാണ്. എല്ലാ രാജ്യങ്ങളിലേക്കൊന്നും AI എത്തിയിട്ടുമില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനൊരു സമ്മിറ്റ് നടത്തി ഒരു ചാർട്ടർ വന്നു കഴിഞ്ഞാൽ ആ ചാർട്ടർ ബൈൻഡിങ് ആകാൻ സാധ്യതയുണ്ടോ? കൃത്യമായിട്ട് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടല്ല, ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് AI എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചാർട്ടർ വരുമ്പോൾ അതൊരിക്കലും ബൈൻഡിങ് ആകാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രോബബിളി അല്ലെ മോസ്റ്റ് പ്രോബബിളി അത് തെറ്റായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. രണ്ടാമത്തെ അസ്യൂം ചെയ്യുമ്പോൾ തന്നെ നോക്കിയേ, ആദ്യത്തത് പോയി, രണ്ടാമത്തെ പോയി, മൂന്നാമത്തെ പോയി. ആൻസർ ഓപ്ഷൻ ഡി, 3 ഉള്ളി. ഒറ്റ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തു, ആൻസറിലേക്ക് എത്തി. ബാക്കിയൊന്നും നമുക്ക് അറിയത്ത് പോലും ഇല്ല അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി പറയുകയാണെങ്കിൽ തെറ്റാണ്. 3 ഫൗണ്ടേഷൻ സൂത്രാസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ പീപ്പിൾ പ്ലാനിങ് പ്രോഗ്രസ് എന്നല്ല, പീപ്പിൾ പ്ലാനറ്റ് എന്നാണ്. ഓക്കെ, പ്ലാനിങ്ങിന് പകരം പ്ലാനറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. മൂന്നാമത്തെ മാത്രമാണ് ശരി. ഇതും ന്യൂസിലൊക്കെ വന്നതാണ്. നമ്മുടെ PIBയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു 2026 ഫെബ്രുവരിയിൽ. ഈ സമ്മിറ്റ് നടക്കുന്ന സമയത്ത് PIB ഒരു ആർട്ടിക്കിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് 3 പില്ലേഴ്സ് എന്തൊക്കെയാണ്, 7 ഇതെന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കുക. PIB 2026 ഫെബ്രുവരിയിൽ വന്ന PIB ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. Which one of the following pairs of semiconductor plants in India and their locations are not correctly matched? തെറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടർ പ്ലാന്റുകളാണ്. സെമി കണ്ടക്ടർ സെക്ടർ ഇന്ത്യ കാലെടുത്ത് വച്ചിരിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ്. 2-3 വർഷങ്ങളായിട്ട് സ്ഥിരം സെമി കണ്ടക്ടർ സെക്ടേഴ്സിനെ വളർത്താനായിട്ട് ഇന്ത്യ ഒരുപാട് സ്കീംസും പ്രോഗ്രാംസും കൊണ്ടുവരുന്നുണ്ട്. ഇലക്ട്രോണിക്സിന്റെ തന്നെ ബാക്ക് ബോൺ ആണ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം വരാമായിരുന്നു. പക്ഷെ ചോദിച്ച ചോദ്യം ഒരു 1.5 ചോദ്യമായിപ്പോയി. ഓക്കെ, സെമി കണ്ടക്ടർ പ്ലാന്റുകൾ, ഈ തന്നിരിക്കുന്ന പ്ലാന്റുകളെല്ലാം പ്രപ്പോസ്ഡ് പ്ലാന്റുകളാട്ടോ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്ലാന്റുകളാണ്. അതിന്റെ ലൊക്കേഷനും ആൻഡ് ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ PIB എന്നാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു റിഗാർഡിംഗ് ദി സെമി കണ്ടക്ടർ സെക്ടർ. ഓക്കെ, ആ ആർട്ടിക്കിൾ അതൊന്നല്ല, ഒന്നിൽ കൂടുതൽ ആർട്ടിക്കിൾ ഇറക്കിയിരുന്നു. 2025 ഓഗസ്റ്റിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, 2025 സെപ്റ്റംബറിൽ ഉണ്ടായിരുന്നു, 2026 ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്നു. ഈ 3 ആർട്ടിക്കിളും നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലെ ടേബിൾ കാണാൻ പറ്റും. ഈ 3 ആർട്ടിക്കിളും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ആ ടേബിൾ കാണാൻ പറ്റും. ആ ടേബിളിലെല്ലാം പ്രപ്പോസ് ചെയ്യപ്പെട്ട സെമി കണ്ടക്ടർ പ്ലാന്റുകളുടെ പേരും ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, CG പവർ ഇതാ ഇവിടെ, ടാറ്റ സെമി കണ്ടക്ടർ അല്ലെ, HCL, 6M ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. CG പവർ ഗുജറാത്ത് ആണ്, ടാറ്റ സെമി കണ്ടക്ടർ ആസാമാണ്, HCL UP ആണ്, 6M ഒഡീഷയാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിനകത്ത് തെറ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. തെറ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് HCL ആണ്, അത് മധ്യപ്രദേശ് അല്ല. ആ ഒരു ടേബിൾ പ്രകാരം ഇറ്റ് ഇസ് ആക്ച്വലി UP. ഓക്കെ, അത് PIB ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പം മോസ്റ്റ്ലി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. മെജോറിറ്റിയും എവിടെയെങ്കിലും അല്ല, ന്യൂസ് പേപ്പറിൽ എവിടെയെങ്കിലും കാണുന്ന കറണ്ട് അഫയേഴ്സ് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു S&Tന്ന്? 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എക്കണോമിയുടെ പെർസ്പെക്റ്റീവിലൊക്കെ പറയാൻ പറ്റും, അത് വിട്ടേക്കാം. ഏകദേശം ഒരു
19 ചോദ്യങ്ങളോളം SNT വന്നിട്ടുണ്ട്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഓക്കെ, 18 ചോദ്യം തന്നെ കൂട്ടാം. ഈ 18 ചോദ്യത്തിൽ നിങ്ങൾക്കൊരു 10-12 ചോദ്യമൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ജീനോം ഇന്ത്യ പ്രോജക്റ്റ്, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ 10-12 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസിലി കിട്ടും. പോട്ടെ, 10 ചോദ്യമെങ്കിൽ 10 ചോദ്യം. ബാക്കിയൊരു 8 ചോദ്യങ്ങളാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് SNT വന്നിരിക്കുന്നത് കുറെയൊക്കെ. പക്ഷെ മോസ്റ്റ്ലി ആർ കണക്റ്റഡ് വിത്ത് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള വ്യക്തിക്ക് SNT ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ 18 ചോദ്യത്തിൽ 18 ചോദ്യം കിട്ടും അല്ലെ. ഞാൻ തന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എല്ലാ ക്വസ്റ്റ്യനും കൂടെ തന്നെ സോഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സോഴ്സിലും കറണ്ട് അഫയേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ 18 ചോദ്യത്തിൽ 18 കിട്ടും കറണ്ട് അഫയേഴ്സ് തറവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ബുദ്ധിമുട്ടില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിയുമായിരുന്നു. ഓക്കെ, ഇത് SNT കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബാക്കിയുള്ള സബ്ജക്റ്റുകളിലെല്ലാം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലയിടത്തും ഉണ്ടായിരുന്നില്ല. അതുകൂടി മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ച് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലെ പ്രിപ്പറേഷൻസ് അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുക. ചേഞ്ച് ചെയ്യുന്നുണ്ട്, UPSC പാറ്റേൺസിൽ വലിയ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അതുകൂടി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റു സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട അനാലിസിസും ഉടൻ തന്നെ സൈലം IAS ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.